പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ പണ്ട് 2 മാറ്റല്ലേ? 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വഖഫ് നിയമ ഭേദഗതി മനുഷ്യാവകാശ സംരക്ഷണത്തിന് തടസ്സമാകുന്നുവെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ സംസ്ഥാന സമ്മേളനം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ജാതിമത വിവേചന പ്രവർത്തനങ്ങളാണ് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നതെന്ന് സമ്മേളനം വിലയിരുത്തി. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതരാഷ്ട്രങ്ങൾ നേരിടുന്ന ദുരന്തങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് മതേതര ജനാധിപത്യ ചിന്താഗതി വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശത്തിന് വേണ്ടി പടപൊരുതിയ ലോക നേതാക്കളിൽ ഏറ്റവും മഹാനാണ് മഹാത്മാഗാന്ധി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനൊപ്പം നിൽക്കാവുന്ന, അടുത്ത് നിൽക്കാവുന്ന ഒരു വ്യക്തി പോലും ജനിച്ചിട്ടുമില്ല, ഇതുവരെ ജീവിച്ചിട്ടുമില്ല, ഈ ജനിക്കുമെന്ന് തോന്നുന്നില്ല. അതുവരെ മഹാത്മാഗാന്ധിയുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. ഇന്ന് പലരും നിരാകാര സമരം നടത്തുന്നുണ്ട്, സമരങ്ങൾ നടത്തുന്നുണ്ട്. ആ സമരങ്ങളുടെ രീതിയും അതിൻ്റെ ഉദ്ദേശവും ഒക്കെ നോക്കിയാൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് അധ്യക്ഷത വഹിച്ചു. ദേശീയ നേതാക്കളായ KA ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, ഡേവിസ് കണ്ണമ്പുഴ ആശംസാ പ്രസംഗം നടത്തി. ജോയിന്റ് സെക്രട്ടറി V ഗോപകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന മനുഷ്യാവകാശ സെമിനാർ പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ മതങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ അധികാരികളാണ് മനുഷ്യാവകാശ സംരക്ഷണ നടപടികൾ എടുക്കേണ്ടത്. മനുഷ്യാവകാശ സംരക്ഷണവും നമ്മുടെ ഭരണ സംവിധാനവും എന്ന വിഷയം അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് അവതരിപ്പിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. T സുരേഷ്, G രഞ്ജിത് കുമാർ, അബ്രഹാം കൂള, M ബഷീർ, KS സിദ്ദിഖ്, സൈമൺ മച്ചാട്, മുഹമ്മദ് ഇക്ബാൽ ബാബു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ദേശീയ ജനറൽ സെക്രട്ടറി K നന്ദകുമാർ അംഗത്വ വിതരണം നടത്തി. നിലവിലുള്ള ഭരണസമിതി 1 വർഷത്തേക്ക് കൂടി തുടരുവാൻ തീരുമാനിച്ചു. ദേവകി ചെമ്പുകാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV രാമൻ സ്വാഗതവും സാലി തോമസ് നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.